ശ്രീമതി രേഖ, താങ്കളുടെ മകൾക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് കുഞ്ഞ് കണ്ണീരോടെ വിശദീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ താങ്കളുടെ മകളെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതായിരുന്നില്ല ഈ നായ്ക്കുറണപ്പൊടി എന്ന് പറയുന്നത്, പക്ഷെ അതൊരു മറ്റൊരു കുട്ടിയെ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണ്. അബദ്ധത്തിലാണ് താങ്കളുടെ മകൾക്ക് അതിൽ ഇരയാകേണ്ടി വന്നത്. അപ്പോഴും ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന വേദനയും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പ്രധാനമാണ്. അതിനുശേഷമോ, ഈ അക്രമത്തിന് ഇരയായതിനു ശേഷം കൂടെയുള്ളവരുടെ കളിയാക്കലുകളും പരിഹാസവും ഈ പറയുന്ന ബോഡി ഷേമിങ്ങും ഒക്കെയാണ് അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ കൂടെയുള്ള നമ്മൾ കൂട്ടുകാരെന്ന് പറയുന്ന വിചാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ അങ്ങനെ പെരുമാറിയത് എന്നാണ് മകൾ പറഞ്ഞത്. തീർച്ചയായും ഒരു കൂട്ടുകാരികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവരാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൂട്ടുകാരികൾ എത്താതിരുന്നത് അവരുടെ വികലമായ കാഴ്ചപ്പാടാണ് അവരെ അതിലേക്ക് കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളുടെ പെൺകുട്ടികൾ നമ്മൾ പരസ്പരം ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളൊരു കൂടപ്പിറപ്പാണ്, കൂട്ടുകാരാണെന്നുള്ളൊരു സമൂഹം നമ്മൾ പകർന്നു കൊടുക്കുന്ന ഒരു മൂല്യബോധമുണ്ട്. അത് ആ കുട്ടികളിൽ ചോർന്നു പോയതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്നത് പോലെ, നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത് പോലെ നമ്മൾ പരസ്പരം താങ്ങായി നിൽക്കേണ്ടവരാണ്, നമ്മൾ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരാണ് എന്നൊരു ബോധ്യം ആ പെൺകുട്ടികളിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകൾ വഴി അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ഇത്തരം ഒരു അപകട സൂചന നൽകാൻ പോലും ഒരു മാനസികാവസ്ഥ ആ കുട്ടികളിൽ ഉണ്ടാകുമായിരുന്നില്ല. ഒരു തരത്തിൽ ആ കുട്ടികളുടെ മാനസിക വൈകല്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മകളുടെ ആരോഗ്യാവസ്ഥ നിലവിൽ എന്താണ്? ആ സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ആ കുട്ടിക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ആ നിലയ്ക്ക് ഈ കാര്യങ്ങളെ കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ പലതുണ്ടാകും, എന്നിരുന്നാൽ പോലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് നമ്മുടെ പ്രശ്നമല്ല, മറ്റുള്ളവരുടെ മാനസിക പ്രശ്നമാണ്, അത് പരിഹരിക്കേണ്ടതാണ്. അതിനുവേണ്ടി ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? തീർച്ചയായും അത്തരം മാനസിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് മാനസിക വളർച്ചയെ സഹായിക്കേണ്ട, അതായത് തകർന്നു പോയ അവളുടെ മാനസികാവസ്ഥയെ സഹായിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആ സ്കൂളിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങൾ വളരെ ചെറുതല്ല. ഇന്നോളവും അവൾ അനുഭവിച്ച ആ പ്രയാസങ്ങളിൽ നിന്ന് അവൾ മോചിതയായിട്ടില്ല. തിങ്കളാഴ്ചയാണ് അവൾ വിചാരിച്ചിരുന്ന അവളുടെ പ്രധാന എക്സാം നടക്കുന്നത്. ആ സമയത്തേക്ക് അവൾക്ക് മാനസികമായി എഴുതുവാനും എടുക്കുവാനും വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാവരിൽ നിന്ന് ഒരു മോറൽ സപ്പോർട്ടായാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ കുട്ടിയെ ചേർത്ത് പിടിച്ച് അവർക്ക് ഉത്തമമായ പരീക്ഷയെ നേരിടാനും വിജയിക്കുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ അധികാരങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് എൻ്റെ മകൾക്ക് വേണ്ട നീതി അവൾക്ക് കിട്ടും എന്നുള്ള പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മറ്റ് അധ്യാപകരെല്ലാം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള മൂല്യം കൊടുത്ത് അവളെ ചേർത്ത് പിടിച്ച് നിർത്തി ആ പരീക്ഷയ്ക്കുള്ള വിജയത്തെ പ്രദാനം ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്നലെ വരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല, നാളെ അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം എൻ്റെ മകൾക്ക് ആവശ്യമായ നീതി കിട്ടട്ടെ, അവളെ അതേപോലെ സമൂഹം ഏറ്റെടുത്ത് ഒരു നല്ല മകളായി ചേർത്ത് പിടിച്ച് അവൾക്ക് ആ പരീക്ഷ എഴുതാൻ വേണ്ടുന്ന മാനസിക പിന്തുണ എല്ലാവരാലും കിട്ടട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.